പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഈ നല്ല ദിവസത്തിനായി സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് അവനെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ദിവസമാണ് എന്ന കാര്യത്തിന് ആർക്കും തർക്കമുണ്ടാകില്ല. കാരണം കഴിഞ്ഞ രാത്രി കണ്ട പലരും ഇന്ന് പ്രഭാതത്തിലില്ല, ഇന്ന് പ്രഭാതം കണ്ട പലരും ഇന്ന് രാത്രിയിൽ എങ്ങനെ നമുക്ക് ആർക്കും അറിയില്ല. എന്നാൽ നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവ് ഇന്ന് ദൈവവചനം കേൾക്കാനായിട്ട് ഒരവസരം അവൻ നമുക്ക് തന്നിരിക്കുകയാണ്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഞാൻ നിങ്ങളുടെ മുൻപാകെ ഇന്ന് ഈ വചനവുമായി നിൽക്കുമ്പോൾ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളോട് ചേർത്ത് ഞാൻ പറഞ്ഞാൽ ഈജിയം ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ മിഷണറി പ്രസ്ഥാനം ആരംഭിച്ചിട്ട് 16 വർഷം പൂർത്തീകരിച്ച് 17ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. കഴിഞ്ഞ 16 കൊല്ലക്കാലം ആ പ്രസ്ഥാനത്ത് നടത്തിയ വലിയവനായ ദൈവം എത്ര ശക്തനും എത്ര കരുത്തനുമാണെന്ന് ഓരോ ദിവസവും പുതിയ പുതിയ തലത്തിൽ അവനെ തിരിച്ചറിയുകയായിരുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരിക്കൽ പോലും കർത്താവിനെ കുറിച്ച് കേൾക്കാത്ത ജനത്തിൻ്റെ നടുവിൽ ജീവനുള്ള കർത്താവിൻ്റെ സാക്ഷികളായിരിക്കാൻ ദൈവം നമ്മളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ധാരാളം സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ നമുക്ക് പങ്കാളികളാകാനും ദൈവം നമ്മെ സഹായിച്ചു. അതിൽ ഒന്നാണ് കൃപാ ഭവൻ ദാൻ യോജന, മറ്റൊന്നാണ് വിദ്യാ കിരൺ യോജന. ഈ 2 പദ്ധതികളും നമ്മുടെ വിശ്വാസികളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും അല്പം പോലും കയറിക്കിടക്കാൻ വീടില്ലാത്ത വളരെ താഴേക്കടയിലുള്ള സ്വന്തമായി സ്ഥലം ഒന്നുമില്ലാത്ത സാധുക്കളായ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് കൃപാ ഭവൻ ദാൻ യോജന. മറ്റൊന്ന് പാലിയേറ്റീവ് ഹോം കെയർ ആണ്. ഇങ്ങനെ വിവിധ തലങ്ങളിൽ സാമൂഹ്യ ക്ഷേമ രംഗത്ത്, ഡയാലിസ് രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാം വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ നാളുകൾ പിന്നിട്ട് വരാൻ ദൈവത്തിൻ്റെ മഹാകരുണയും വലിയ കരുത്തും മാത്രമാണ് ഈ ദിവസം നിങ്ങളോട് ഇത് പറയാൻ എന്നെ സഹായിച്ചത്. ആൾബലമോ സംഖ്യാബലമോ സാമ്പത്തിക കരുത്തോ ഒന്നും ഉണ്ടായിട്ടല്ല, കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള ഹൃദയത്തിലെ വലിയ ആഗ്രഹം, നമ്മുടെ ലളിതമായ മലയാളത്തിൽ പറഞ്ഞാൽ ഉള്ളിലെ ഊറിക്കൂടിയ വലിയൊരു കൊതി, യേശുവിന് വേണ്ടി എന്ത് ചെയ്താലും അധികമാകില്ല എന്ന ആ വലിയ ചിന്ത, എത്ര ചെയ്താലും പോരാം എന്നുള്ള ആ വലിയ ഹൃദയത്തിലെ വാഞ്ചയാണ് ഞങ്ങളെ ഈ രംഗത്ത് ശക്തിപ്പെടുത്തിയത്, നമ്മളെ ബലപ്പെടുത്തിയത്. അങ്ങനെ ഈജിയം ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിലൂടെ ധാരാളം കുടുംബങ്ങളെ സന്ധിക്കാൻ, അനേകം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്, അനേകരുടെ ദൈനംദിന കാര്യങ്ങൾക്കെല്ലാം ദൈവം നമ്മളെ ഉപയോഗിക്കുകയാണ്. നമ്മളെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടുന്ന എല്ലാ വിഭവങ്ങളും അവരുടെ കരങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാൻ നമ്മുടെ മലയാളികളായ ദൈവവചനം കേൾക്കുന്ന, ഈ വചനത്തിൽ കേന്ദ്രീകരിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ധാരാളം ദൈവമക്കൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഓഹരി കൃത്യമായി അത് ഈജിയം ഓഫ് ഇന്ത്യക്ക് അയച്ചു കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കത് സന്ധിക്കുവാനായിട്ട് സാധിച്ചത്. അതിനും ദൈവികമായ വലിയ ഒരു ഇടപെടൽ നടക്കുന്നു. ഞാൻ ഒത്തിരി നന്ദിയോടെ, ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രിയ പ്രേക്ഷകരുടെ മുൻപിൽ ഈ ഒരു സാക്ഷ്യം പറയാതെ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം ഞാൻ ഉൾപ്പെടുന്ന ആ പ്രസ്ഥാനത്തിന് 16 വയസ്സ് തികഞ്ഞു. മുൻപോട്ടുള്ള വർഷം നമ്മൾ ആഗ്രഹിക്കുന്നത് നാളെ ഇന്ന് വരെ ചെയ്തതിനേക്കാൾ ഇരട്ടി വേല കർത്താവിന് വേണ്ടി ചെയ്യണം. 2028 ഡിസംബർ ആകുമ്പോഴേക്കും ഒരു ദീർഘകാല പ്രവർത്തന പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാനിനനുസരിച്ച് കാര്യങ്ങൾ പൂർത്തീകരിച്ച് മുൻപോട്ട് പോകാനായിട്ട് മനസ്സ് തുടിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ? പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സഹകരണങ്ങളും എല്ലാം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുമല്ലോ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം. പ്രിയ ദൈവമക്കൾ, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം
അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ 5 വാഗ്ദത്തങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ദൈവം ഒരു നിയോഗം ഏൽപ്പിക്കുമ്പോൾ വാഗ്ദത്തങ്ങളെ കൊടുത്താണ് നിയോഗത്തിന് വിടുന്നത്. പണം കൊടുത്തല്ല, വാഹനം കൊടുത്തല്ല, ആൾബലം കൊടുത്തിട്ടല്ല. ദൈവം ഒരു നിയോഗം ഏൽപ്പിച്ചാൽ അതിന് ദൈവം കൊടുക്കുന്നത് വാഗ്ദത്തങ്ങളാണ്. ദൈവത്താൽ അയക്കപ്പെടുന്ന, ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന ഒരു ദൈവഭൃത്യന്റെ ഊർജം എന്ന് പറയുന്നത് ദൈവം തരുന്ന വാഗ്ദത്തങ്ങളാണ്. അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക എന്നുള്ളതും ദൈവം ഏൽപ്പിച്ച നിയോഗങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതുമാണ് നമ്മിൽ നിക്ഷിപ്തമായ കർത്തവ്യം. നാം കർത്താവായ യേശുക്രിസ്തുവിൽ കാണുന്നതാണ്. പിതാവ് താനും തൻ്റെ പുത്രനൊരു നിയോഗം ഏൽപ്പിച്ചു. ആ നിയോഗത്തിന് സ്വർഗത്തിലെ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. എന്താണ് ആ വാഗ്ദത്തം? 2-ാം സങ്കീർത്തനം 7-ാം വാക്യം. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അതാണ് ആ വാഗ്ദത്തം. എന്താണ് ആ വാഗ്ദത്തത്തിന്റെ പ്രത്യേകത? സ്വർഗീയ സുന്നകദോസിൽ മനുഷ്യവർഗത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവത്തിന്റെ മുന്നറിവിൻ പ്രകാരം രക്ഷാപദ്ധതികൾ തയ്യാറാക്കുമ്പോൾ പുത്രൻ മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി കടന്നു പോകാമെന്ന് പറയുമ്പോൾ അതിനുത്തരമായി പിതാവ് പറയുന്ന വാഗ്ദത്ത വചനം ദാവീദിനാൽ രേഖപ്പെടുത്തപ്പെട്ടു. നീ എൻ്റെ പുത്രൻ, അങ്ങനെ നീ പോയി പാപങ്ങളെ ഏറ്റെടുത്ത് പാപത്തിന്റെ ശിക്ഷ നീ ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ നിന്നെ ജീവിപ്പിക്കും. അഥവാ പുനരുത്ഥാന ജനനം. അങ്ങനെ യേശുക്രിസ്തുവിന് പോലും ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ കൊടുത്താണ് നിയോഗങ്ങൾ ഏൽപ്പിച്ചത്. ഇവിടെ ഇതാ യോശുവായ്ക്കും ദൈവം നിയോഗങ്ങൾ ഏൽപ്പിച്ച് വാഗ്ദത്തങ്ങൾ കൊടുത്ത് പറഞ്ഞയക്കുകയായിരുന്നു. ധൈര്യമായിരിക്കാൻ, മുന്നോട്ട് പോകാൻ, പതറാതിരിക്കാൻ, ബലപ്പെട്ടിരിക്കാനുള്ള വാഗ്ദത്തങ്ങൾ കൊടുത്തു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചിരുന്നല്ലോ, നിങ്ങൾക്ക് ദൈവം തന്ന വാഗ്ദത്തം എന്താണ്? ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം എന്താണ്? ഉത്തരം നിങ്ങൾ കണ്ടെത്തണേ. എന്താണ് എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം? ആ നിയോഗം സഫലമാകാൻ, സഫലീകരിക്കാൻ എന്ത് വാഗ്ദത്തമാണ് അവൻ എനിക്ക് തന്നിട്ടുള്ളത്? വാഗ്ദത്തങ്ങൾ തരുന്നത് വചനത്തിലൂടെയാണ്. വചനം തന്ന് അവൻ നമ്മളുടെ തീരുമാനങ്ങളെ, നമ്മുടെ സമർപ്പണത്തെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ലക്ഷ്യങ്ങളെ എല്ലാം വചനത്താൽ അവൻ ഉറപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം ചിന്തിക്കുന്നത് അതിൻ്റെ 2-ാമത്തെ വാഗ്ദത്തമാണ്. ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, കാൽ ചവിട്ടുന്നിടമെല്ലാം ഞാൻ നിനക്ക് തരാം. ഇതാണ് യോശുവായ്ക്ക് കൊടുത്ത 1-ാമത്തെ വാഗ്ദത്തം. 2-ാമത്തെ വാഗ്ദത്തം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ ആ വാഗ്ദത്തം കാണുന്നു. എന്താണത്? ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. അവൻ നമ്മോട് കൂടെ ഇരിക്കും. ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ദൈവം തന്ന ശ്രേഷ്ഠമേറിയ വാഗ്ദത്തം. ഇവിടെ ഈ വാഗ്ദത്തത്തിനൊരു പ്രത്യേകത, മോശയോട് കൂടെ ഇരുന്നത് പോലെ എന്നാണ്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മുതൽ, അല്ല, മോശ ജനിച്ച കാലം മുതൽ, അമ്മയുടെ ഉള്ളിൽ ഉരുവായ നാൾ മുതൽ ദൈവം മോശയെ സൂക്ഷിച്ചു. ദൈവം മോശയെ വളർത്തി. ദൈവം മോശയ്ക്ക് വിദ്യാഭ്യാസം കൊടുത്തു. ദൈവം മോശയെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ദൈവം മോശയുടെ ഉള്ളിൽ ആത്മഭാരം കൊടുത്തു. ദൈവം മോശയ്ക്ക് ദർശനങ്ങളെ കൊടുത്തു. ദൈവം മോശയ്ക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. ജനത്തെ നടത്താനുള്ള വാഗ്ദത്തങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും ദൈവം മോശയ്ക്ക് കൊടുത്തു. തളർന്നപ്പോൾ ബലം കൊടുത്തു. ക്ഷീണിച്ചപ്പോൾ അവൻ താങ്ങി. മനസ്സ് പതറിയപ്പോൾ അവൻ കൂടെ നിന്നു. ജനത്തിൻ്റെ നിരാശാജനകമായ പ്രതികരണങ്ങൾക്ക് മുമ്പിൽ ദൈവം തണൽ കൊടുത്തു നിന്നു.
എന്തിന്? മരുഭൂമിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ പട്ടുപോയി. അതിൻ്റെ നടുവിലും ദൈവം തന്നെ സൂക്ഷിച്ചു. വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിലും വാഗ്ദത്ത നാട് കൊടുമുടിയുടെ മുകളിൽ നിന്ന് അവൻ ദൂരവേ ദർശിച്ചു. അങ്ങനെ വാഗ്ദത്ത നാട് കണ്ട് യഥാർത്ഥ വാഗ്ദത്ത നാട്ടിലേക്ക്, ദൈവത്തിന്റെ വാഗ്ദത്ത നാട്ടിലേക്ക് മോശ പ്രവേശിക്കുകയായിരുന്നു. പെറുപെറുക്കുന്ന ജനത്തെ, അനുസരണം കെട്ട ജനത്തെ, ധിക്കാരികളായ ജനത്തെ, ദൈവത്തോട് മത്സരിക്കുന്ന മത്സരികളായ ജനത്തെ മോശ നടത്തി. അത് നടത്താൻ ചെറിയ കഷ്ടപ്പാടായിരുന്നില്ല. എന്നാൽ അതിലെല്ലാം ദൈവം കൂടെയിരുന്നു. ദൈവമക്കളെ, അങ്ങനെ മോശയോട് കൂടെ ഇരുന്നത് പോലെ അത് മതി. യോശുവായ്ക്ക് അത് മതി. യോശുവായോട് കൂടെ ഇരിക്കുന്ന ദൈവം വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ എങ്ങനെയാണോ മോശയോട് കൂടെ ഇരുന്നത് അതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അത് യോശുവായ്ക്ക് വലിയ തൃപ്തിയായി. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, മോശയോട് കൂടെ ഇരുന്നത് പോലെ തന്നെ എന്നോട് കൂടെയുണ്ട്, പിന്നെ ഞാൻ എന്തിന് ഭയപ്പെടണം? ഭാരിച്ച ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നത് ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യം വരുമ്പോഴാണ്. പ്രിയമുള്ളവരെ, EGM ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ചുമൽ കൊടുക്കുമ്പോൾ, ഭാരത സുവിശേഷീകരണത്തിനായി ഞാൻ എൻ്റെ ചുമലിനെ താഴ്ത്തി കൊടുക്കുമ്പോൾ ഒന്നും കണ്ടിട്ടായിരുന്നില്ല, ഒന്നും കയ്യിലുണ്ടായിരുന്നിട്ടായിരുന്നില്ല, സാധ്യതകളൊന്നും കണ്ടിട്ടായിരുന്നില്ല. ഒരൊറ്റ വാഗ്ദത്തമുണ്ട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ ബലമുള്ള ഭുജം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രൈസ് ദി ലോർഡ്. ആ വാഗ്ദത്തം എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി. അതുകൊണ്ട് ഭയജനകമായ, പ്രാതികൂല്യങ്ങൾ നിറഞ്ഞ, വിഷമസന്ധികൾ നിറഞ്ഞ, പ്രതികൂല കാലാവസ്ഥകൾ നിറഞ്ഞ എല്ലാ മേഖലകളിലും എൻ്റെ വചനവുമായി കയറി ചെല്ലാനായിട്ട് സർവശക്തനായ ദൈവം അനുവദിച്ചു. ഇന്നും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിൽക്കുന്നു. ആ വേലയെ ചുമലിലേറ്റി. ആ ചുമട് ഏറ്റെടുത്തത് എന്തിനെന്ന് ചോദിച്ചാൽ, വാഗ്ദത്തങ്ങളോടെ ഏൽപ്പിച്ച ഒരു നിയോഗമായിരുന്നു. ഞാനൊരു അധ്യാപകനായിരുന്നു, നിങ്ങൾക്കറിയാം. എൻ്റെ അധ്യാപക വൃത്തിയും പുൾപിറ്റുകൾ തോറുമുള്ള പ്രസംഗ ശുശ്രൂഷയും മാത്രമായി മുൻപോട്ട് പോയിരുന്നെങ്കിൽ വളരെ സമൃദ്ധമായി, സമ്പന്നമായി, വലിയ ആർഭാടങ്ങളോടെ എനിക്ക് ജീവിക്കാമായിരുന്നു. എന്നാൽ അതല്ല വലുത് എന്ന് ചിന്തിച്ച് ഭാരതത്തിൽ യേശുവിനെ കുറിച്ച് അറിയാത്ത ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ആയിരക്കണക്കിന് ആത്മാക്കളെ തന്നു. ആയിരക്കണക്കിന് ആത്മാക്കൾ സ്നാനമേറ്റ് കർത്താവിൻ്റെ ശരീരമെന്ന സഭയോട് ചേർന്നു. അവർക്കൊരപ്പനായി, അവർക്കൊരു പിതാവിനെ പോലെ ആ സ്ഥാനത്തെല്ലാം നിൽക്കാൻ വലിയവനായി ദൈവം കരുണ കാണിച്ചു. ഏറ്റവും വലിയ സമൃദ്ധി എന്ന് പറയുന്നത് ദൈവം തരുന്ന ആത്മാക്കളാണ്. വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഈ വചനം കേൾക്കാനും കുറിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. ഡയറികൾ എത്ര, ഏതെല്ലാം ഉപദേശിമാരുടെ പ്രസംഗങ്ങൾ എഴുതി എത്ര ഡയറികൾ തീർന്നുപോയി. അത് എഴുതി വെച്ചിട്ട് എന്തു കാര്യം? ആത്മാക്കളെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. ആത്മഭാരത്തോടെ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായാൽ യോശുവയോട് കൂടെ ഇരുന്ന ദൈവം നമ്മോട് കൂടെ ഇരിക്കും. അബ്രാഹാമിനോട് കൂടെ ഇരുന്ന ദൈവം നമ്മോട് കൂടെ ഇരിക്കും. മോശയോട് കൂടെ ഇരുന്ന ദൈവം നമ്മോട് കൂടെ ഇരിക്കും. പിതാക്കന്മാരോട് കൂടെ നിന്ന ആ ദൈവം നമ്മോട് കൂടെയും ഇരിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ബലശാലികളായി തീരട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദത്തം മോശയ്ക്ക് കൊടുത്തത് ഇന്നത് താങ്കളോടാണ്, ഇന്നത് എന്നോടാണ്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്ക് അവനൊരു നിയോഗവുമായി പുറപ്പെടുകയാണ്. അബ്രഹാം ലോകത്തോട് യാത്ര പറഞ്ഞു. തൻ്റെ പിതാവായ അബ്രഹാമിന്റെ വേർപാട് ഇസ്ഹാക്കിനെ ഏറെ തളർത്തി എന്ന് പറയാം. എന്നാൽ ഇസ്ഹാക്ക് തളരുന്നത്, ഇസ്ഹാക്ക് നാളിന്ന് വരെയും പിതാവിന്റെ തണലിൽ ജീവിച്ചതും
വെല്ലുവിളികളും പോരാട്ടങ്ങളും നിറഞ്ഞ വളരെ സങ്കീർണമായ ജീവിതത്തെക്കുറിച്ച് നല്ല ഉൾക്കാഴ്ച തൻ്റെ പിതാവായ അബ്രാഹാമിൽ നിന്ന് ഇസഹാക്കിന് ലഭിച്ചിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരുടെ വേർപാട് അബ്രാഹാമിൻ്റെ മകനായ ഇസഹാക്കിനെ ഏറെ തളർത്തി. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. ഈ ദേശത്ത് പാർക്ക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഈ ദേശം ഞാൻ നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. അത് കേട്ടതോടെ യഹോവയായ ദൈവം പ്രത്യക്ഷനായി ഇസഹാക്കിനോട് സംസാരിച്ചതോടെ, ആ ശബ്ദം കേട്ടതോടെ ഇസഹാക്ക് ബലപ്പെട്ടു. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വലിയ പോരാട്ടങ്ങളും വലിയ യുദ്ധസന്നാഹങ്ങളെല്ലാം ഒരുക്കുന്ന, എതിരിടുന്ന ജനതയെയാണ്. അതിൻ്റെ നടുവിൽ ഇസഹാക്കിന് ബലം പകർന്നത്, അവൻ കൂടാരം അടിക്കുന്നിടത്തെല്ലാം പ്രശ്നങ്ങളാണ്, ജനങ്ങളെതിരാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴയുമ്പോൾ ദൈവം ഇസഹാക്കിനോട് പറഞ്ഞു: ഞാനുണ്ട് നിന്റെ കൂടെ, നീ ധൈര്യമായി മുൻപോട്ട് പോകാം. വചനം കേൾക്കും ദൈവമക്കളെ, ദൈവിക നിയോഗങ്ങളെ ഏറ്റെടുത്ത് സധൈര്യം മുൻപോട്ട് പോകാനുള്ള വാഗ്ദത്തം തരുന്ന ആ യോശുവയുടെ ദൈവമാണ് നമ്മുടെയും ദൈവം. ആ ദൈവമാണ് നമ്മുടെ ദൈവം. ആ കർത്താവാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ബലത്തിൽ, അതിൻ്റെ ശക്തിയിൽ നമുക്ക് മുന്നേറാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ നമ്മൾ വായിച്ചല്ലോ ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളിൽ ഒന്ന്, ഞാൻ നിന്നോട് കൂടെയിരിക്കും. എങ്ങനെ? മോശയോട് കൂടെ ഇരുന്നതുപോലെ ഇരിക്കും. അടുത്തത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവം നമ്മെ തള്ളിക്കളയുകയില്ല, അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. നാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പെറ്റമ്മ നിന്നെ ഉപേക്ഷിച്ചാലും, അവൾ നിന്നെ മറന്നാലും, അവൾ നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. 27-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞു: എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എന്നാൽ യഹോവ എന്നെ ചേർത്തുകൊണ്ടു. ദാര്യാവേശന്റെ ഭരണകാലത്ത് ദാനിയേൽ സിംഹക്കുഴി അടയ്ക്കപ്പെട്ട് നമ്മൾക്കറിയാമല്ലോ. ജനമെല്ലാം പ്രവാസത്തിൽ പോയി. നെബൂഖദ്നേസർ രാജാവിന്റെ ഇരുമ്പ് നുകത്തിൽ നിന്ന് അത് ദാര്യാവേശ് ഏറ്റെടുത്തു. ദാര്യാവേശന്റെ കൊട്ടാരത്തിൽ പ്രിയങ്കരനായിരുന്നു ദാനിയേൽ. എന്നാൽ തന്നെ ഏറെ സ്നേഹിച്ച ദാര്യാവേശന് താൻ തന്നെ എഴുതിയുണ്ടാക്കിയ നിയമപ്രകാരം സിംഹക്കുഴിയിൽ ഇട്ടുകൊടുക്കേണ്ടി വന്നു. എല്ലാവരും ഉപേക്ഷിച്ചു. ആരും സഹായത്തിനുണ്ടായിരുന്നില്ല. കൂട്ടുകൂടാൻ, വെള്ളത്തിനും ആഹാരത്തിനും വേണ്ടി കൊതിച്ചു നിൽക്കുന്ന സിംഹ കൂട്ടങ്ങൾ മാത്രം. ആഹാരത്തിന് വേണ്ടി പൈതാഹത്തോടെ നിൽക്കുന്ന സിംഹ ഗുഹയിലേക്ക് ദാനിയേലിനെ ഇറക്കി വിട്ടു. പക്ഷേ സിംഹങ്ങളോടുകൂടെ അന്ന് രാത്രി ദാനിയേൽ ഉറങ്ങി. സിംഹക്കുഴിയിൽ ഒറ്റപ്പെട്ടവനായി വലിച്ചെറിയപ്പെട്ടപ്പോൾ വാഗ്ദത്തങ്ങൾ നൽകിയ യഹോവയായ ദൈവം ഉണർന്നു. ഈ വചനം കേൾക്കുന്ന ഈ മക്കളെ, ദൈവം നമ്മൾക്ക് തരുന്ന ഉറപ്പ്, നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന ഉറപ്പ്, നിയോഗങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന കാലങ്ങളിൽ അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല.
അവൻ നമ്മളെ തള്ളിക്കളയുകയില്ല. അവൻ നമ്മളോട് എന്നും കരുണ കാണിക്കുന്ന കർത്താവാണ്. എന്നെ ഉപേക്ഷിക്കാത്ത എൻ്റെ യേശു. കഴിഞ്ഞ 46 വർഷത്തെ പരിചയം എനിക്കുണ്ട്. ആ പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, നമ്മളെ ഉപേക്ഷിക്കാത്ത യേശു. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു, ഉപേക്ഷിക്കാത്ത യേശു. എൻ്റെ പിതാവ് എൻ്റെ കൂടെയില്ല, മരിച്ചുപോയി. എൻ്റെ മാതാവില്ല, മരിച്ചുപോയി. അവർ മരിക്കുമ്പോൾ ഒന്നും തന്നെ പ്രത്യേകിച്ച് കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്നാണോ ഈ ജീവിതം യേശു കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടത്, അന്ന് മുതൽ എന്നെ സൂക്ഷിച്ച യേശു, എന്നെ ഉപേക്ഷിക്കാത്ത കർത്താവ്, മാതാവില്ലെങ്കിലും പിതാവില്ലെങ്കിലും അനാഥനായി പോയാലും സഹോദരി സഹോദരങ്ങൾക്ക് അധികപ്പറ്റായാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. വചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മെ കർത്താവ് ഉപേക്ഷിക്കുകയില്ല. ഭാരപ്പെടരുത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഹൃദയാന്തർഭാഗത്തുള്ള സകല വേദനകളെയും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോടെ താങ്കളെ സൂക്ഷിച്ചു നോക്കുന്നവൻ സ്കാൻ ചെയ്തെടുത്തിട്ട് ആ വേദനകൾക്കെല്ലാം ഒരു മറുമരുന്ന് തരുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. എന്താണത്? ഐ ആം വിത്ത് യു. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ഞാൻ നിന്നെ കൈവിടില്ല. ഞാൻ നിന്നെ സഹായിക്കും. ഇതെല്ലാം കർത്താവ് എനിക്ക് തരുന്ന വാഗ്ദത്തമാണെന്ന് സ്വയം ഏറ്റെടുക്കാം. നമ്മെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൂടായോ? ഈ വചനം താങ്കൾക്കുള്ളതാണ്, താങ്കൾക്കും മാത്രം. ഈ വചനം കേൾക്കുമ്പോൾ താങ്കളുടെ ഹൃദയത്തിനകത്ത് ഉരുണ്ടുകൂടി കിടക്കുന്ന, ദഹിക്കാതെ കിടക്കുന്ന, മാറാതെ കിടക്കുന്ന, താങ്കളെ തളർത്തുന്ന ആ പ്രശ്നത്തിൻ്റെ മേൽ ഒരു വാഗ്ദത്തമുണ്ട്. ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ഞാൻ നിന്നെ ശക്തീകരിക്കും. യോശുവായ്ക്ക് വാഗ്ദത്തം കൊടുത്ത ആ ദൈവം നമ്മുടെയും ദൈവമാണ്. അവൻ നമ്മുടെ ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമക്കളെ. നിശ്ചയമായും അവൻ നമ്മെ നടത്തട്ടെ, സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ലവനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, നീ വചനം കേട്ട എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. ഈ വചനത്തിൻ്റെ മുൻപിലിരുന്ന്, അങ്ങയുടെ വാഗ്ദത്തത്തിൻ്റെ മുൻപിലിരുന്ന് ഇരുകൈയും നീട്ടി സ്വീകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങയുടെ ആണിപ്പാടുള്ള ഇരുകരങ്ങൾ വെച്ച് അവരെ അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. അങ്ങയുടെ വാഗ്ദത്തം ഏറ്റെടുത്ത് ഏൽപ്പിച്ച നിയോഗം പൂർത്തീകരിപ്പാനുള്ള ബലവും ശക്തിയും നീ തരണമേ. ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സൂക്ഷിക്കും. ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. അത് അങ്ങയിൽ നിന്ന് ഏറ്റെടുത്ത് ജീവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.